നിങ്ങൾക്ക് 25 വയസ്സുണ്ടെങ്കിൽ 50-ാം വയസ്സിൽ നിങ്ങൾ കോടിപതിയായിരിക്കും. 25 വർഷം കാത്തിരിക്കാനോ? വേറെ വഴിയുണ്ടോ എന്നല്ലേ ഇപ്പോൾ ആലോചിച്ചത്? ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 1 കോടി രൂപ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ കിളി പോകും അല്ലേ? ഇത്ര വലിയൊരു എമൗണ്ട് നമ്മുടെ സാധാരണ സാലറിന്നോ ചെറിയ ബിസിനസ്സിൽ നിന്നോ ഒക്കെ എങ്ങനെ ഉണ്ടാക്കാനാ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് മാജിക്കല്ല, മാസം വെറും 5000 രൂപ മുടക്കി എങ്ങനെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം എന്നാണ്. കൃത്യമായ കണക്കുകളോടെ പ്രായോഗികമായ രീതിയിൽ നമുക്കിത് ചർച്ച ചെയ്യാം. ഇത് ശരിക്കും സ്വാധീനിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണണം. ഈ വലിയ സംഖ്യയിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ശക്തിയെക്കുറിച്ച് ആദ്യം പറയാം. അതാണ് കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കാണ് പലിശയ്ക്ക് പലിശ എന്നത്. അതായത് നമ്മുടെ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം വീണ്ടും നിക്ഷേപിക്കുന്നു, അടുത്ത വർഷം ഈ മൊത്തം തുകയ്ക്ക് പലിശ കിട്ടുന്നു. നമുക്ക് ഈ ലക്ഷ്യം നേടാൻ 3 കാര്യങ്ങൾ മാത്രം മതി. ഫസ്റ്റ് തിങ് ഈസ് നിക്ഷേപം. പ്രതിമാസം 5000 രൂപ മുടങ്ങാതെ നിക്ഷേപിക്കണം. സെക്കൻഡ്, വളർച്ചാ നിരക്ക്. ബാങ്ക് FD നിന്ന് കിട്ടുന്ന 6 to 7% പോരാ, നമുക്ക് 12% വാർഷിക വളർച്ച നിരക്ക് എങ്കിലും വേണം. അതിന് ഏറ്റവും നല്ല മാർഗം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ്. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സമയം. ക്ഷമയോടെയുള്ള നിക്ഷേപം, ഇതാണ് ഏറ്റവും പ്രധാനം. ശരി, നമുക്ക് കണക്കിലേക്ക് വരാം. മാസം 5000 രൂപ വെച്ച് 12% വാർഷിക നിരക്കിൽ എത്ര വർഷം കൊണ്ടാണ് നമ്മൾ കോടിപതിയാവുക? നിങ്ങൾക്ക് 25 വയസ്സുണ്ടെങ്കിൽ 50-ാം വയസ്സിൽ നിങ്ങൾ കോടിപതിയായിരിക്കും. ശ്രദ്ധിച്ചോ, ഈ 25 വർഷം കൊണ്ട് നിങ്ങൾ ആകെ നിക്ഷേപിച്ചത് എത്രയാണെന്നറിയോ? വെറും 15 ലക്ഷം രൂപ മാത്രം. ബാക്കി 85 ലക്ഷം രൂപ കൂട്ടുപലിശ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ കണക്ക് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും 25 വർഷം കാത്തിരിക്കണോ, വേറെ വല്ല വഴിയുണ്ടോ എന്ന്. തീർച്ചയായും ഉണ്ട്. അതാണ് നമ്മൾ അടുത്തത് സംസാരിക്കുന്നത്. സോ എങ്ങനെ തുടങ്ങാം? ഈ 12% റിട്ടേൺ കിട്ടാൻ ഏറ്റവും നല്ല വഴി SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. ഇത് മ്യൂച്വൽ ഫണ്ടുകളിലൂടെയാണ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ, ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ വരുമാനം തരാൻ സാധ്യതയുള്ള ഒരേ ഒരു നിക്ഷേപം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ്. ഏത് ഫണ്ട് തിരഞ്ഞെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റിസ്ക് കുറച്ച് മതി എന്ന് കരുതുന്നെങ്കിൽ Nifty 50 പോലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊരു ഓഹരി വിപണിയിലെ നിക്ഷേപമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം എവിടെയാണ് പോകുന്നത്, എത്ര റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നതിനെക്കുറിച്ച് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. കോടിപതിയാകാനുള്ള ഈ യാത്രയിൽ വിജയം ഉറപ്പാക്കാൻ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നിക്ഷേപം നിർത്തരുത്. മാർക്കറ്റ് തകരുമ്പോൾ നമ്മൾ നിക്ഷേപം നിർത്തുവാണെങ്കിൽ കുറഞ്ഞ വിലയിൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടമാകുന്നത്. എന്ത് സംഭവിച്ചാലും 5000 രൂപ മുടക്കാതെ SIP തുടരുക. രണ്ടാമത്തെ കാര്യം, നിക്ഷേപം കൂട്ടുക. SIP ടോപ്പ് അപ്പ്. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സാലറി കൂടുമ്പോൾ ഈ 5000 രൂപയുടെ SIPയും ഒരു 10% അല്ലെങ്കിൽ ഒരു 20% കൂട്ടി നിക്ഷേപിക്കുക. ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ 25 ഇയേഴ്സ് വേണ്ടി വരില്ല, 20 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. പിന്നെ ഓഫ് കോഴ്സ് ക്ഷമ. കൂട്ടുപലിശയുടെ ശക്തി പ്രവർത്തിക്കാൻ സമയമെടുക്കും. ആദ്യത്തെ 10 വർഷം, ദ ഫസ്റ്റ് 10 ഇയേഴ്സ്, നിങ്ങളുടെ നിക്ഷേപം കുറഞ്ഞ വേഗത്തിലായിരിക്കും വളരുന്നത്. അവസാനത്തെ 5 to 7 ഇയേഴ്സിലായിരിക്കും വലിയൊരു വളർച്ച നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, കോടിപതിയാകാൻ വലിയ തുക ആവശ്യമില്ല. കൃത്യമായൊരു തുകയും ശരിയായ നിക്ഷേപ മാർഗവും, അതിലേറെ പ്രധാനമായി ക്ഷമയോടെയുള്ള സമയവും മാത്രം മതി. മാസം 5000 രൂപ എന്നത് വലിയൊരു ബാധ്യതയല്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ യാത്ര തുടങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള കൂടുതൽ ഫിനാൻഷ്യൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നന്ദി, വീണ്ടും കാണാം.